വീണ്ടും ആ എലി ചൂച്ചു കരഞ്ഞുകൊണ്ട് മുമ്പിൽ കൂടി ഓടി നടന്നു. അയാൾ അടുത്ത് കിടന്ന ഒരു കല്ലെടുത്ത് ഒറ്റയേറ് കൃത്യമായി കൊണ്ടു. വാലിലാണ് കൊണ്ടത്. പാവം എലി പ്രാണവേദനയിൽ അത് കീ കരഞ്ഞ് നിരങ്ങി നിരങ്ങി ഇരുളിലെവിടേക്കോ പോയി. അയാൾ പിറുപിറുത്തും കൊണ്ട് കുളത്തിലേക്ക് നടന്നു. ഒന്ന് മുങ്ങി എണീറ്റ് സോപ്പ് പതപ്പിച്ച് വീണ്ടും മുങ്ങി. അപ്പോൾ കുളത്തിൻ്റെ അങ്ങേ തലക്ക് ഒരു നിഴലനങ്ങി. അയാൾ ഞെട്ടലോടെ അങ്ങോട്ട് നോക്കി. അവിടെയുള്ള മോളം മരത്തിന് മറവിൽ ഒരു നിഴൽ പതുങ്ങുന്നത് പോലെ. അയാൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഇല്ല, അവിടെ ഒന്നുമില്ല. തോന്നിയതാവും. എന്നാലും അടുത്ത് എന്തോ ഉള്ളതിൻ്റെ സൂചന എന്നോണം ശരീരത്തിലെ രോമകൂപങ്ങൾ എണീറ്റ് നിന്നിരുന്നു. ഇരുളിൽ നമ്മെ നോക്കി ഏതെങ്കിലും അരൂപികളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാകുമെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അയാൾ ഓർത്തു. ആരോ അവിടെയുണ്ട്. അല്ലെങ്കിൽ കയ്യിലെ രോമകൂപങ്ങൾ ഇങ്ങനെ ത്രസിച്ചു നിൽക്കേണ്ട ആവശ്യമെന്താ? അയാൾ അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് ഒരു പക്ഷി അവിടെ നിന്ന് ചിറകടിച്ചു പറന്നു. ഞെട്ടിപ്പോയ അയാൾ കടവിലേക്ക് മറിഞ്ഞു വീണു. ഹൂ, പക്ഷിയായിരുന്നോ? മനുഷ്യൻ പേടിച്ച് പാതി ജീവൻ പോയി.